Hi students. In the previous class, we discussed about the extraction or industrial preparation of iron. അപ്പം അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ആണ് മിസ്സിന് എടുക്കുന്നത്. അപ്പം നമ്മൾ കണ്ടു നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അയണിൽ നമ്മൾ കോൺസെൻട്രേഷൻ അതേപോലെ തന്നെ എക്സ്ട്രാക്ഷൻ മെത്തേഡ് വരെ ചെയ്തിട്ടുള്ളൂ. റിഫൈനിങ് ചെയ്തിട്ടില്ല, കാരണം റിഫൈനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് പ്യുവർ ഫോം തന്നെ അയോൺ നമുക്ക് ഈവൻ എക്സ്ട്രാക്ഷൻ കഴിയുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന അയോൺ എന്തായിരിക്കും? ദാറ്റ് അയോൺ ഇസ് കോൾഡ് പിഗ് അയൺ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ 4% ഓഫ് carbon and other impurities like magnesium, silicon and phosphorus. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന അയേണിനെയാണ് പിഗ് അയേൺ എന്ന് പറയുന്നത്. ദെൻ ഈ അയേണ് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളത്, അയൺ പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കുന്ന ഒരു മെറ്റലാണ്. അപ്പൊ നമ്മൾ യൂഷ്വലി അയേണിനെ അധികം അയേൺ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന കേസസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ അയേണിനെ കൂടുതൽ മറ്റ് മെറ്റൽസിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ വേറെ രൂപത്തിൽ എലോയ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും നമ്മൾ അയണിനെ ഉപയോഗപ്പെടുത്തുന്നത്. അയൺ മാത്രമായിട്ടുള്ളത് കൊണ്ട്, പക്ഷെ എലോയ്സ് അതിന്റെ കൂടുതൽ അതിനൊരു എക്സിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി, അയണിന് കുറച്ചും കൂടി ഒരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട്, കൊറോഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതലും അയണിനെ എലോയ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാട്ട് ഇസ് എലോയ്. എലോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എലോയ്സ് ആർ മെറ്റൽ സൊല്യൂഷൻസ്. ഓക്കെ, വാട്ട് ഇസ് എലോയ്? എലോയ്സ് ആർ മെറ്റൽ സൊല്യൂഷൻ. സൊല്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് സൊല്യൂഷൻ? സൊല്യൂഷനിൽ എന്തുണ്ടാകും? സൊല്യൂട്ട് ഉണ്ടാകും, ദെൻ സോൾവെന്റ് ഉണ്ടാവും അല്ലെ? സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഉണ്ടാവും. സൊല്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ കുറഞ്ഞ അളവിൽ എടുക്കുന്ന അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയാം. കൂടുതൽ അളവിൽ എടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? സോൾവെന്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, സാൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ സാൾട്ട് ആണ് അവിടുത്തെ സൊല്യൂട്ട്, വാട്ടർ ആണ് അവിടുത്തെ സോൾവെന്റ്. സോ ലൈക്ക് ദിസ് എന്താവണമെന്നില്ല, നമ്മളുടെ ഈ സൊല്യൂട്ടും സോൾവെന്റും സോളിഡ് ലിക്വിഡ് ഒന്നും ആവണമെന്നില്ല. സൊല്യൂട്ടും എന്താകാം? സോളിഡ് ആകാം. സോൾവെന്റും എന്താകാം? സോളിഡ് ആകാം. അപ്പം ഈ സൊല്യൂട്ടും സോൾവെന്റും സോളിഡ് ആയിട്ട് വരുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? എലോയ്സ് എന്ന് പറയാം. ഓക്കെ, ബോത്ത് ദി സൊല്യൂട്ട് ആൻഡ് ദി സോൾവെന്റ് ആർ മെറ്റൽസ് ഓർ സോളിഡ്സ്. ദേ ആർ കോൾഡ് വാട്ട്? എലോയ്സ്. അത് ഒരു സൊല്യൂട്ട് തന്നെ ആണെന്നില്ല, ഒന്നിലധികം സൊല്യൂട്ടുകളാകാം ഒരു സോൾവെന്റിൽ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു വെള്ളത്തില് എന്ത് ചെയ്യാം? സാൾട്ടും ഇടാം, അതേപോലെ തന്നെ ഷുഗറും ഇടാം. അതെന്താണ്? രണ്ട് സൊല്യൂട്ട് ഉള്ള ഒരു സൊല്യൂഷൻ ആണ് എന്നേ ഉള്ളൂ. അപ്പം എത്ര വേണമെങ്കിലും നമുക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം എലോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി സോളിഡ് സൊല്യൂഷൻസ്. സോളിഡ്സ്, സൊല്യൂട്ടും സോൾവെന്റും എന്താണ്? സോളിഡ്സ് ആയിട്ടുള്ളതിന് സൊല്യൂഷനെയാണ് നമ്മൾ എലോയ്സ് എന്ന് പറയാം. അപ്പം നോക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇസ് എൻ അലോയ്. നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആക്ച്വലി എന്താണ്? അതൊരു സിംഗിൾ മെറ്റൽ അല്ല. ദാറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് മെറ്റൽ, ദാറ്റ് ഇസ് എൻ അലോയ്. സോ ഏതൊക്കെ മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ്? അയൺ, ക്രോമിയം, നിക്കൽ ആൻഡ് കാർബൺ. കാർബൺ ഇസ് എ നോൺ മെറ്റൽ ആണ്. സോ ദീസ് 3 metals and 1 നോൺ മെറ്റൽ, ഇത്രയും ആൾക്കാരെ, ഇത്രയും എലമെന്റ് കമ്പൈൻ ചെയ്തിട്ടുള്ള അലോയ് ആണ് എന്ത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയാം. സോ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്കറിയാം, ഇറ്റ് ഇസ് വെരി ഹാർഡ് ആണ് അല്ലെ? ഹാർഡ് ആയിരിക്കും. സ്റ്റീൽ പാത്രങ്ങളൊക്കെ നോക്കിയാൽ ഇറ്റ്സ് വെരി ഹാർഡ്. ഇപ്പൊ അലൂമിനിയം പാത്രങ്ങളൊക്കെ ഒഴിവാക്കണം, പകരം സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയും. കാരണം എന്താ? അലൂമിനിയം എലോൺ ഇസ് വെരി റിയാക്റ്റീവ് മെറ്റൽ. നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ പഠിച്ചിട്ടുണ്ട്, അലൂമിനിയം ഇസ് വെരി റിയാക്റ്റീവ്. അപ്പം അലൂമിനിയം എന്താണ്? നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വേറെ കോമ്പൗണ്ട് ഒക്കെ ആയിട്ട് നമ്മളെ ഹെൽത്തിനൊക്കെ കേടാണ്. നേരെ മറിച്ച് സ്റ്റീല് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് മോർ ദാൻ 2 elements അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണ്? അത് അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് അലൂമിനിയം വെസൽസിന് പകരം സ്റ്റീൽ വെസൽസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. സോ ഈ ഒരു കൺസിസ്റ്റൻസി, ഇതിലുള്ള ഓരോ ആൾക്കാരും ഓരോ എലമെന്റും ഡിഫറെന്റ് പ്രൊപ്പോർഷനിലായിരിക്കും. എല്ലാവരും ഈക്വൽ അല്ല. ചിലപ്പം അയൺ 50%, നിക്രോം 20%, ബാക്കി 15, then 10, അങ്ങനെ കോമ്പോസിഷൻ അതിൽ വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്ത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിന്റെ പ്രോപ്പർട്ടി, ഇറ്റ് ഇസ് വെരി ഹാർഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് യൂട്ടൻസിൽസ്, പാർട്സ് ഓഫ് വെഹിക്കിൾസ്. അതുപോലെ ഒരുപാട് നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു അലോയാണ് അൽനിക്കോ. നിങ്ങൾ 6th പഠിച്ചതാണ് അൽനിക്കോ. ഒരു മാഗ്നറ്റിന്റെ സ്റ്റോറി ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. അൽനിക്കോ ഇസ് ആക്ച്വലി വാട്ട് ഇസ് എൻ അലോയ്. ഇതിലുള്ള എലമെന്റ്സിന്റെ പേര് വെച്ചിട്ടാണ് അൽനിക്കോ. അലുമിനിയം, നിക്കൽ,
കൊബാൾട്ട്, അതാണ് അൽ നിക്കോ വന്നത്. കൂടെ എന്തുണ്ട്? അയേണും കൂടിയുണ്ട്. സോ അൽ നിക്കോ എന്നുള്ള അലോയ് ഇറ്റ് ഇസ് മെയ്ഡ് ബൈ iron, aluminum, nickel and cobalt. And what is its property? It is magnetic in nature, and this alnico is used for making the permanent magnet. പെർമനന്റ് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന മാഗ്നറ്റ് ഒക്കെ ആക്ച്വലി എന്താണ്? അതൊന്നും നേച്ചറിൽ കിട്ടുന്നതല്ല, അതൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. സോ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അലോയ് ആണെന്ത്? മെറ്റീരിയൽ ഇസ് കോൾഡ് അൽനിക്കോ ആൻഡ് ഇറ്റ് ഇസ് ആൻ അലോയ്. ഓക്കെ, സോ അയൺ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ഇതിന്റെ ഒക്കെ എന്തുണ്ടാവും? കോമ്പോസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓരോരോ പർട്ടിക്കുലർ കോമ്പോസിഷൻ അതൊക്കെ ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ എൽനിക്കോയിൽ എത്ര പെർസെന്റേജ് അയൺ, എത്ര പെർസെന്റേജ് അലൂമിനിയം എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അലോയ് ആണ് നിക്രോം. നിക്രോം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദിസ് നിക്രോം ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർ ഹീറ്റിംഗ് കോയിൽസ്. നമ്മളെ ഹീറ്റർ, വാട്ടർ ഹീറ്ററുകളൊക്കെ ഇല്ലേ, ഹീറ്റിംഗ് കോയിൽസ് ഒക്കെ ഇല്ലേ, വെള്ളം ചൂടാക്കാൻ, അങ്ങനത്തെ ഹീറ്റിംഗ് കോയിൽസ്, അതിലൊക്കെ നമ്മൾ നിക്രോം ആണ് യൂസ് ചെയ്യുന്നത്. So this nichrome is made by iron, nickel, chromium and also same metals. Elements are same as stainless steel. രണ്ടിലും എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീലും നിക്രോമും സെയിം എലമെന്റ്സ് ആണ്. പക്ഷെ എന്തായിരിക്കും അതിലെ കോമ്പോസിഷൻ വ്യത്യാസം? ചിലപ്പം ക്രോമിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രോമിയം ആയിരിക്കും നിക്കലിനേക്കാൾ കൂടുതൽ, നിക്രോമിൽ നിക്കൽ ആയിരിക്കും ക്രോമിയത്തേക്കാൾ കൂടുതൽ. അങ്ങനത്തെ കോമ്പോസിഷനിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. സോ വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് നിക്രോം? ഇറ്റ് ഇസ് ഹൈ റെസിസ്റ്റൻസ്. നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് എന്ത്, അത് കറണ്ട് പാസ് ചെയ്യുമ്പം അവിടെ ഹീറ്റ് ഉണ്ടാവുന്നത്. റെസിസ്റ്റൻസ് കൂടുമ്പം അതിനെ തടയുകയാണ്. റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തുക. അപ്പം കറണ്ട് ഒക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഹൈ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കറണ്ടിന് അതിൽ കൂടി പാസ് ചെയ്യണമെങ്കിൽ എന്താണ്? നല്ല ഇതുണ്ടാവുക. അതിനോണ്ടാണ് അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വി ആർ യൂസിങ് ദിസ് നിക്രോം ഇൻ മേക്കിംഗ് heating coils. Okay, so this is about alloys. Okay, then there are some questions in there. Which alloy steel is used for the production of heating coil? It is nichrome. Explain the reason. Because it possesses high resistance. Okay, then even though nichrome and stainless steel contain the same component, they possess different property. Find out the reason. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റെയിൻലെസ് സ്റ്റീലും നിക്രോമിലും എന്താണ്? ഇതേ പോസസ് സെയിം കമ്പോണന്റ്. പക്ഷെ എന്തായിരിക്കും? ഒന്ന് എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇസ് ഹാർഡ്, നിക്രോം ഇസ് ഹാവിംഗ് ഹൈ റെസിസ്റ്റൻസ്. അതിന്റെ പ്രോപ്പർട്ടി തന്നെ ഡിഫറെന്റ്. ബിക്കോസ് എന്തായിരിക്കും? അതിൽ യൂസ് ചെയ്തിട്ട് എലമെന്റ്സ് സെയിം ആണെങ്കിലും ആ എലമെന്റ്സിന്റെ കോമ്പോസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അവരുടെ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആയത്. Then which alloy steel is used for making permanent magnet? Which alloy steel? That is alnico. Okay, alnico is used because it's having magnetic nature. So this is about alloys. This is a small portion ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. അലോയ് എന്താണെന്ന് അറിയാം. അറ്റ്ലീസ്റ്റ് ഈ ഒരു 3 അലോയ്സിന്റെ പേര്, അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് പഠിക്കുക. ഈവൻ വൺ വേർഡ് ആയിട്ട് ചിലപ്പം ചോദിക്കാം. ഓക്കെ, ദെൻ different types of alloys are prepared by changing the constituent elements and also by varying their proportion. Elements തന്നെ നമുക്ക് മാറ്റാം, അതേപോലെ തന്നെ ആ എലമെന്റ്സിന്റെ പ്രൊപ്പോർഷനും അല്ലെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് അലോയ്സ്, ഇനിയും ഒരുപാട് അലോയ്സ് ഉണ്ട്, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. Okay, so that is about alloys. Then move to extraction of aluminum. This is the last part of our chapter. Extraction of aluminum. നമ്മൾ അയൺ പഠിച്ച പോലെ തന്നെ നമുക്ക് എന്ത് പഠിക്കണം? എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം പഠിക്കണം. നമുക്കറിയാം അലൂമിനിയം നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ ആണ് എന്ത്? അലൂമിനിയം അല്ലെ? പാത്രങ്ങൾ ഉണ്ടാക്കാനുണ്ട്, വെഹിക്കിൾസിന്റെ പാർട്സ് ഉണ്ടാക്കാനുണ്ട് അല്ലെ? അതേപോലെ അലൂമിനിയം ഫാബ്രിക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വീട്ടിലെ പണ്ടക്കോണി അങ്ങനത്തെ കമ്പി പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ അലൂമിനിയം ആണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ അലൂമിനിയത്തിന്റെ കുറച്ച് യൂസസ് തന്നിട്ടുണ്ട്. ആ യൂസസ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്? നമ്മൾ മെറ്റൽസിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക് പഠിച്ചിട്ടുണ്ട്. ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, ഹീറ്റിംഗ്, കണ്ടക്ടിങ് അല്ലെ? അപ്പം എന്തായിരിക്കും ഫസ്റ്റത്തെ യൂസസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അത് നമ്മൾ ഇലക്ട്രിക്കൽ ഡിവൈസസിലൊക്കെ ചിലപ്പം അലൂമിനിയം വയറുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അലൂമിനിയം ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത്? ഡെഫിനറ്റ്ലി ഇലക്ട്രിസിറ്റി ആണ്. സോ കണ്ടക്ടിങ് അല്ലെ? ഇലക്ട്രിക്കൽ കണ്ടക്ടർ, ഗുഡ് കണ്ടക്ടർ അല്ലെ? അലൂമിനിയം ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓർ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. ദെൻ കിച്ചൺ യൂട്ടൻസിൽസിൽ നമ്മൾ അലൂമിനിയം യൂസ് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും? നമുക്ക് കിച്ചൺ ആണ്, കുക്കിംഗ് ആണ്. കുക്കിങ്ങിൽ നമ്മൾ ഹീറ്റ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. സോ ഹീറ്റ് കൊടുക്കുമ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ്, ഗുഡ് കണ്ടക്ടർ ആയതുകൊണ്ടാണ് വി ആർ യൂസിങ് അലൂമിനിയം ആസ് എ കിച്ചൺ യൂട്ടൻസിൽ. സോ എന്തായിരിക്കും? ഗുഡ് തെർമൽ കണ്ടക്ടർ അല്ലെ? ഗുഡ് തെർമൽ കണ്ടക്ടർ. ഇതെന്താണ്? ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി. ഇനി റിഫ്ലക്ടേഴ്സ്, റിഫ്ലക്ടേഴ്സ് ആയിട്ട്, അതായത് റോഡിന്റെ സൈഡിലൊക്കെ നിങ്ങൾ റിഫ്ലക്ടേഴ്സ് കണ്ടിട്ടില്ലേ? തിളക്കം
എന്തായിരിക്കും? മെറ്റാലിക് ലെസ്റ്റർ. എല്ലാ മെറ്റൽസിനും എന്തുണ്ട്? ലെസ്ട്രസ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. മെറ്റാലിക് ലെസ്ട്രസ്. ഓക്കെ, സോ ദീസ് ആർ സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ട്? അലൂമിനിയം. ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് അല്ലെ? മാലിയബിലിറ്റി. നമ്മൾ അലൂമിനിയം ഫോയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ചോക്ലേറ്റ് ക്രാപ്സിലൊക്കെ. അപ്പം അലൂമിനിയം ഫോയിൽസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഏത് പ്രോപ്പർട്ടിയാണ്? പ്രോപ്പർട്ടി ഈസ് കോൾഡ് മാലിയബിലിറ്റി അല്ലെ? അടിച്ച് പരത്താനുള്ള കഴിവ്, അതായത് മാലിയബിലിറ്റി. അപ്പൊ നിങ്ങളോട് എന്താണ് യൂസ് തന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ദെൻ എക്സ്ട്രാക്ഷനിലേക്ക് വരാം. പണ്ട് കാലത്ത് ഈ എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. ഒരുപാട് പൈസ, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം. അതുകൊണ്ട് പണ്ട് കാലത്ത് ഗോൾഡിനേക്കാളും വില ആർക്കുണ്ടായിരുന്നു? അലൂമിനിയത്തിന് ഉണ്ടായിരുന്നു. അലൂമിനിയം ഇന്ന് നമ്മൾ ഗോൾഡിനൊക്കെ കൊടുക്കുന്ന ആ വില, ആ ഒരു സംഭവം പണ്ട് അലൂമിനിയത്തിനായിരുന്നു. അലൂമിനിയത്തിന്റെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് ഹാൾ ഹെറോൾഡ് പ്രോസസ്, ഓക്കെ, ഹാൾ ആൻഡ് ഹെറോൾഡ് എന്ന് പറഞ്ഞാൽ ഒന്നും കണ്ടോ, ദീസ് ആർ ദി രണ്ട് സയന്റിസ്റ്റ് ആണ്. ഒന്ന് ഹാൾ, ഓക്കെ, ചാൾസ് മാർട്ടിൻ ഹാൾ ആൻഡ് പോൾ ഹെറോൾഡ്. ഇവർ രണ്ടു പേരും ഹാൾ ഹെറോൾഡ് പ്രോസസ്, അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചു. വളരെ ഈസി ആയിട്ട്, വളരെ ലോ കോസ്റ്റിലേക്ക് നമുക്ക് അലൂമിനിയം എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചു. ആ ഒരു പ്രോസസ്സിന്റെ ഡിസ്കവറിക്ക് ശേഷം അലൂമിനിയം എന്തായി? അലൂമിനിയത്തിന്റെ ആ ഒരു പ്രൗഢി ഒക്കെ നഷ്ടപ്പെട്ട് നമ്മൾ നമ്മൾ ഡെയിലി യൂസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ പോലെ അലൂമിനിയം ആയിട്ട് മാറി. ഓക്കെ, സോ വാട്ട് ഇസ് എ പ്രോസസ് കോൾഡ്? പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം ഇസ് കോൾഡ് ഹാൾ ഹെറോൾഡ് പ്രോസസ്. ഓക്കെ, ഹാൾ ഹെറോൾഡ് പ്രോസസ്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് വേണം? എക്സ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ അലൂമിനിയത്തിന്റെ ഒരു ഓർ വേണം. സോ ഏതായിരുന്നു അലൂമിനിയത്തിന്റെ ഓർ? ഓർ ഓഫ് അലൂമിനിയം ഇസ് കോൾഡ് ബോക്സൈറ്റ്, isn't it? Bauxite. What is the formula of bauxite? Al2O3 2H2O. That is bauxite, isn't it? Bauxite. Okay, so നമുക്ക് ഈ ബോക്സൈറ്റിന് നമുക്കറിയാം 3 പ്രോസസ് ആണുള്ളത് എക്സ്ട്രാക്ഷൻ, അല്ല ഐ മീൻ metallurgical 3 process ആണുള്ളത്. ഫസ്റ്റ് വൺ is concentration, second one is extraction, third one is refining. സോ നമ്മൾ ഈ അലൂമിനിയത്തിന്റെ കേസിൽ നമ്മൾ എക്സ്ട്രാക്ഷൻ യൂഷ്വലി ചെയ്യാറില്ല. നമ്മൾ കോൺസെൻട്രേഷനും ദെൻ റിഫൈനിങ്ങിൽ ഇലക്ട്രോലൈസിസ്, റിഫൈനിങ്ങിൽ ഒരുപാട് പ്രോസസ് ഉണ്ടായാലും ഇലക്ട്രോലൈസിസ് ഓഫ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ കോൺസെൻട്രേഷൻ ചെയ്യും, ഇലക്ട്രോലൈസിസ് ഓഫ് ദാറ്റ് ഓറും നമ്മൾ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അലൂമിനിയം മെറ്റല് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ബോക്സൈറ്റ് വെച്ചിട്ട് തുടങ്ങാം. ഫസ്റ്റത്തെ മെത്തേഡ് ആണെന്ത്? കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. അപ്പൊ കോൺസെൻട്രേഷനിൽ നമ്മൾ 4 മെത്തേഡ് ആയിരുന്നു പഠിച്ചത്. എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഹൈഡ്രോളിക് വാഷിംഗ് പഠിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്, ക്ലോത്ത് ഫ്ലോട്ടേഷൻ ആൻഡ് ലീച്ചിങ്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അലൂമിനിയത്തിന്റെ ഓറൊക്കെ യൂഷ്വലി ലീച്ചിങ് ആണ് കോൺസെൻട്രേഷൻ പ്രോസസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ലീച്ചിങ്. സോ എന്തായിരുന്നു ലീച്ചിങ് എന്ന് പറയുന്നത്? യെസ്, നമ്മൾ ഓറിനെ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു കെമിക്കലിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സൊല്യൂഷനിൽ ആ ഓറിനെ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന ഒരു കെമിക്കൽ എടുക്കും. എന്നിട്ട് ആ ഓറിനെ നമ്മൾ ആ കെമിക്കൽ അല്ലെങ്കിൽ ആ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യിക്കും. പക്ഷെ അതിലുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ എന്തായിരിക്കും? ദാറ്റ് ഇസ് ഇൻസോൾവബിൾ ഇൻ ദാറ്റ് സൊല്യൂഷൻ ആയിരിക്കും ആ കെമിക്കൽ. അപ്പം ഇംപ്യൂരിറ്റീസ് ഒക്കെ ഡിസോൾവ് ചെയ്യാതെ നമുക്ക് ഇംപ്യൂരിറ്റീസിനെ ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് ഡിസോൾവ് ചെയ്ത ഓറിനെ നമ്മൾ വേറെ കെമിക്കൽ റിയാക്ഷനിലൂടെ നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ലീച്ചിങ് ഈസ് ദി കോൺസെൻട്രേഷൻ മെത്തേഡ് ഫോർ ദി ബോക്സൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ലീച്ചിങ്ങിന് എന്ത് വേണം? നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഓറിനെ ഡിസോൾവ് ചെയ്യിക്കണം. ആ സൊല്യൂഷൻ ആണ് നമ്മൾ ഈ ബോക്സൈറ്റിനെ ഡിസോൾവ് ചെയ്യിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ സൊല്യൂഷൻ ആണ് ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ. ഹോട്ട് കോൺസെൻട്രേഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇസ് യൂസ്ഡ് ഫോർ ലീച്ചിങ് ഓഫ് ദി ബോക്സൈറ്റ്. അപ്പൊ നമ്മൾ ബോക്സൈറ്റ് എടുത്തു, ബോക്സൈറ്റിന് എന്ത് ചെയ്തു? NaOH, ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷനിൽ നമ്മൾ ആഡ് ചെയ്തു, നന്നായിട്ട് സ്റ്റിർ ചെയ്തു. അപ്പം അങ്ങനെ ചെയ്താൽ നമ്മൾ ബോക്സൈറ്റിനെ ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷനിലേക്ക് ഇട്ടാൽ ആ ബോക്സൈറ്റ് ഒക്കെ ഈ NaOH സൊല്യൂഷനിൽ ഡിസോൾവ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ആയിട്ട് മാറും? സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോഡിയം അലൂമിനേറ്റ്. So this bauxite is converted to sodium aluminate when it treated with a hot concentrated NaOH solution. So sodium aluminate ആയിട്ട് അതിങ്ങനെ ഡിസോൾവ് ആയിട്ട് കിടക്കും. അപ്പൊ ഇംപ്യൂരിറ്റീസ് ഒക്കെ എന്താണ്? They are insoluble in hot concentrated NaOH. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽറ്റർ ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ,
ഇനി നമ്മളടുത്ത് ഈ ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH ഡിസോൾവ് ചെയ്ത സോഡിയം അലൂമിനേറ്റ് ഉണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫ്രഷ്ലി പ്രിപ്പയർഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ആഡഡ്. നമ്മൾ ഈ ഓൾറെഡി ഡിസോൾവ് ചെയ്ത സോഡിയം അലൂമിനേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സോഡിയം അലൂമിനേറ്റ് എന്തായിട്ട് മാറും? കംപ്ലീറ്റ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, കംപ്ലീറ്റ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുന്നതും എന്താണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ അത് ആഡ് ചെയ്യുമ്പം ഇതിലുള്ള സോഡിയം അലൂമിനേറ്റ് ഒക്കെ കംപ്ലീറ്റ് എന്തായിട്ട് മാറും? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ നമുക്ക് എന്താക്കി മാറ്റണം? അലൂമിന ആക്കി മാറ്റണം. അലൂമിനിയം ആയിട്ടില്ല കേട്ടോ, നമ്മൾ കോൺസെൻട്രേഷൻ മാത്രമാണ് പറഞ്ഞത്. അലൂമിന ആക്കി മാറ്റണം. അലൂമിന എന്ന് പറയുന്നത് Al2O3. ദിസ് ഇസ് അലൂമിന. ദിസ് Al2O3 ആയിട്ട് നമുക്ക് മാറ്റണം. അതിന് നമ്മൾ എങ്ങനെയാ മാറ്റുക? ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിന് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ സ്മോൾ എമൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സോഡിയം അലൂമിനേറ്റ് ഒക്കെ എന്തായിട്ട് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അതിന്റെ താഴെ കിടക്കും. എന്നിട്ട് നമ്മൾ ആ പ്രസിപ്പിറ്റേറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് ദെൻ നന്നായിട്ട് ചൂടാക്കും. then strongly heated, then we get this alumina. Okay, so concentration of bauxite നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ ആദ്യം ബോക്സൈറ്റിനെ ആദ്യം ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തു. അപ്പം അതിലേക്ക് ആഡ് ചെയ്ത സമയത്ത് എന്തായിട്ട് മാറും? എല്ലാ ബോക്സൈറ്റും സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറും. ഇംപ്യൂരിറ്റീസ് ഒക്കെ ഇൻസോലബിൾ ആണ്, നമുക്ക് അത് എന്ത് ചെയ്യാം? ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കാം. ദെൻ ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഫ്രഷ്ലി പ്രിപ്പയർഡ് സ്മോൾ എമൗണ്ട് ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ദിസ് സോഡിയം അലൂമിനേറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ട്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് വാഷ് ചെയ്ത് നന്നായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അലൂമിന കിട്ടും. അലൂമിന ഈസ് Al2O3. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പം ദർ ഇസ് എ ഡയഗ്രാം ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ബോക്സൈറ്റ് നമ്മൾ ലീച്ചിങ് ചെയ്തു. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോൾവ്ഡ് ഇൻ ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ. സോ വി ആർ ഗെറ്റിംഗ് എന്തായിരിക്കും? സോഡിയം അലൂമിനേറ്റ് കിട്ടും. സോഡിയം അലൂമിനേറ്റ്. Then ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് നമ്മൾ വി ആർ ആഡിങ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് AlOH ത്രൈസ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പം എല്ലാം ആ സോഡിയം അലൂമിനേറ്റ് ഒക്കെ എന്തായിട്ട് മാറും? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. ദെൻ ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ വാഷ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അലൂമിന കിട്ടും. ദാറ്റ് ഇസ് Al2O3. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ഫില്ല് ചെയ്യണം കേട്ടോ ടെക്സ്റ്റിൽ. അലൂമിനിയം എന്ന് എഴുതരുത്, അലൂമിന. ഓക്കെ, സോ Al2O3. ക്ലിയർ? ദെൻ നിങ്ങളുടെ നെക്സ്റ്റ് ഇവിടെ നോക്കുക. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് വെൻ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് അലൂമിന കിട്ടണം. അലൂമിന ഈസ് Al2O3 3H2O. Al2O3 3H2O ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ നമ്മൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ അലൂമിനിയം, ദിസ് ഇസ് ഓൾസോ ആൻ ഓക്സൈഡ് അല്ലെ? Al2O3 എന്താണ്? ഓക്സൈഡ് ആണ്. അപ്പം നമ്മൾ യൂഷ്വലി എക്സ്ട്രാക്ട് ചെയ്യാൻ എന്തൊക്കെയാണ്? കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് ആണ്. അപ്പൊ കാൽസിനേഷൻ എന്തായാലും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദിസ് ഇസ് ആൻ ഓക്സൈഡ്. അപ്പൊ നമ്മൾ യൂഷ്വലി റോസ്റ്റിംഗ് ആണ് ചെയ്യുക. റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് വിത്ത് കാർബൺ ഓർ കാർബൺ മോണോക്സൈഡ് എക്സെട്ര. പക്ഷേ നമുക്കിവിടെ ഈ കാർബണെ കൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കാർബണെ കൊണ്ട് ഈ Al2O3 റെഡ്യൂസ് ചെയ്താൽ മതി. എന്നിട്ട് കാർബൺ എന്താകും? ഈ ഓക്സിജനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അലൂമിനിയം കിട്ടും. പക്ഷേ നമുക്ക് ഈ അലൂമിനെ, അതായത് Al2O3 എന്ത് ചെയ്യാൻ പറ്റില്ല? കാർബണിനെ കൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ദിസ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ നോക്കിയാൽ കാണാം, ഹൈലി റിയാക്റ്റീവ് ആണ് അല്ലെ? ഒരു ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആണ് അലൂമിനിയം. സോ ഈ അലൂമിനിയത്തിന് ഓക്സിജനോടുള്ള അഫിനിറ്റി കൂടുതലാണ്.
അതായത് കാർബണിനേക്കാൾ അലൂമിനിയത്തിന് ഓക്സിജനുമായിട്ടുള്ള അഫിനിറ്റി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കാർബണിനെ എന്തിനു പറ്റൂല, ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല. കാർബൺ റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ കാർബണിന് എന്ത് പ്രോപ്പർട്ടി വേണം, ഓക്സിജനെ അലൂമിനിയത്തിന്റെ അടുത്തുനിന്ന് വാങ്ങാൻ കഴിയണം. പക്ഷേ അതിനേക്കാൾ അഫിനിറ്റി അലൂമിനിയത്തിന് ഇവിടെ ഓക്സിജനോട് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് കാർബണിന് ഒരിക്കലും അലൂമിനിയത്തിന്റെ അടുത്തുനിന്ന് ഓക്സിജനെ വാങ്ങാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മൾ അയേണിന്റെ എക്സ്ട്രാക്ഷനിൽ നമ്മൾ Fe2O3 എന്ത് ചെയ്തിട്ടുണ്ട്, കാർബൺ യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ എന്താണ്, അയേണും ഓക്സിജനും തമ്മിലുള്ള അഫിനിറ്റി അല്ലെങ്കിൽ കുറവാണ്. കാർബണും അയേണും വെച്ച് നോക്കുമ്പോൾ കാർബണിനാണ് ഓക്സിജനോടുള്ള റിയാക്ഷൻ കൂടുതൽ. അതുകൊണ്ടാണ് കാർബണിനെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്തത്. പക്ഷെ ഈ അലൂമിനിയന്റെ കേസിൽ Al2O3, അലൂമിനിയം ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കാർബൺ. Aluminum was having high affinity towards oxygen, so we cannot use carbon as the reducing agent. Okay, അപ്പൊ നമുക്ക് അത് ചെയ്യാൻ പറ്റൂല, റോസ്റ്റിംഗ് ചെയ്യാൻ പറ്റൂല. അതിന് പകരം നമ്മൾ റിഫൈനിങ്ങിൽ ഇലക്ട്രോലൈസിസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലൂമിനയിൽ നിന്നും Al2O3 നിന്നും നമ്മൾ എന്തെടുക്കുന്നത്, അലൂമിനിയത്തിനെ മാത്രം നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് പ്രോസസ് ഇലക്ട്രോലൈസിസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അലൂമിനിയം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. സോ ദിസ് ഈസ് എ സെറ്റപ്പ് ഓഫ് ഇലക്ട്രോലൈസിസ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഇലക്ട്രോലൈസിസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആകെ 1-2 ഇലക്ട്രോഡ് വെച്ചിട്ടുള്ള ഇലക്ട്രോലൈസിസേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ദിസ് ഇസ് എൻ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അലൂമിനിയം. അതുകൊണ്ട് ഇത് ലാർജ് സ്കെയിലിൽ അലൂമിനിയം ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പൊ ഒരുപാട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രോഡിന്റെ എണ്ണം കൂടിയിട്ട് നിങ്ങൾ പേടിക്കണ്ട. എന്തായിരിക്കും, നമുക്ക് കൂടുതൽ എമൗണ്ട് അലൂമിനിയം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടുതൽ ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ ഇലക്ട്രോലൈസിസ് തന്നെ വരാം. കാർബൺ റോഡ് എന്ന് പറഞ്ഞത് ഏത് കാർബൺ ആയിരിക്കും, വി ആർ യൂസിങ് ആക്ച്വലി ഗ്രാഫൈറ്റ് അല്ലെ. ബാക്കി കാർബൺ ഒക്കെ എന്താണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ല, പക്ഷെ ഗ്രാഫൈറ്റിന് ഇലക്ട്രിക്കൽ ഗുഡ് കണ്ടക്ടർ. അപ്പൊ ഈ ഗ്രാഫൈറ്റ് റോഡാണ് ആക്ച്വലി നമ്മൾ ഈ കാർബൺ റോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടും ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ റോഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ പോസിറ്റീവ്. കണ്ടോ, ഇതൊക്കെ എന്താണ്, പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് ഇസ് ആനോഡ്. ആനോഡ് ഇസ് പോസിറ്റീവ്. ദെൻ നെഗറ്റീവ്, കാഥോഡ് ആയിട്ട് നമ്മൾ എടുത്തത് കണ്ടോ, കാർബൺ തന്നെ, പക്ഷെ എന്താണ്, ഒരു ലൈനിങ് പോലെ, ഇലക്ട്രോഡ് അല്ലാതെ നമ്മൾ ആ ടാങ്കിന്റെ ഉള്ളില് ഒരു ലൈനിങ് പോലെയാണ് നമ്മൾ എന്ത്, കാഥോഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ദിസ് ഇസ് എൻ അയൺ ടാങ്ക് ആണ് കേട്ടോ, സോറി സ്റ്റീൽ ടാങ്ക് ആണ്. വലിയ സ്റ്റീൽ ടാങ്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോലൈസിസ് ഓഫ് അലൂമിനിയം ചെയ്യാം. ചെറിയ ടാങ്ക് ഒന്നുമല്ല, വലിയ ടാങ്ക് ആയിരിക്കും. ദെൻ നമുക്ക് എന്ത് വേണം, നമുക്ക് ഇലക്ട്രോലൈസിസ് നടത്തേണ്ടത് അലൂമിനിയനെയാണ്. അപ്പൊ നമ്മൾ അലൂമിനിയം എന്തിലെടുക്കണം, യെസ്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കണം അലൂമിനിയം. ഓക്കെ, ദെൻ അലൂമിനിയം കണ്ടോ, അലൂമിനിയം. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം, മോൾട്ടൻ ക്രയോലൈറ്റ് ചേർത്ത് കൊടുക്കണം. മോൾട്ടൻ ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, Na3Al(F6) നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രയോലൈറ്റ് ഈസ് ഓൾസോ എ മിനറൽ ഓഫ് അലൂമിനിയം അല്ലെ. അപ്പം അതായത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മോൾട്ടൻ ക്രയോലൈറ്റിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം അലൂമിനിയം നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതിനുള്ള കാരണം ഈ അലൂമിനിയന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പം മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാകുമ്പോൾ നമുക്ക് ഇലക്ട്രോലൈസിസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്കത് മെൽറ്റ് ചെയ്ത് വെള്ളം പോലെ കിട്ടണം അല്ലെ, ലിക്വിഡ് ഫോമിൽ കിട്ടണം, എന്നാലേ നമുക്ക് ഇലക്ട്രോലൈസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സോളിഡ് ആയി കിടന്നാൽ നമുക്ക് ഇലക്ട്രോലൈസിസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അലൂമിനിയന്റെ ഈ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യണം, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കണം. മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കുറച്ച് ക്രയോലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്രയോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ അലൂമിനിയന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയും. അത് കൂടാതെ ആ ഇലക്ട്രോലൈറ്റിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കൂടും. ഓക്കെ, അപ്പൊ രണ്ട് യൂസ് ഉണ്ട് നമ്മുടെ ഈ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട്. അലൂമിനിയം എന്താണ്, അലൂമിനിയം പോസസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. സോ ടു ഡിക്രീസ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന വി ആർ ആഡിങ് മോൾട്ടൻ ക്രയോലൈറ്റ് ആൻഡ് ഓൾസോ for having a good electrical conductivity. So എന്താണ് ഇലക്ട്രോലൈസിസ് ഓഫ് അലൂമിനിയന്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് മോൾട്ടൻ ക്രയോലൈറ്റ് ആൻഡ് അലൂമിന. ഈ മോൾട്ടൻ ക്രയോലൈറ്റ് റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല. ഓൺലി അലൂമിന വിൽ ടേക്ക് പാർട്ട് ഇൻ ദി കെമിക്കൽ റിയാക്ഷൻ. മോൾട്ടൻ ക്രയോലൈറ്റ് ഈ രണ്ട് പർപ്പസിന് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ അത് റിയാക്ഷനിൽ പങ്കെടുക്കില്ല. സോ ദിസ് ഈസ് അവർ ഇലക്ട്രോലൈറ്റ്, മോൾട്ടൻ ക്രയോലൈറ്റ് ആൻഡ് അലൂമിനിയം. ക്രയോലൈറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Na3Al(F6) ആണ് കേട്ടോ, Na3Al(F6). ഓക്കെ, നമുക്കറിയാം കാഥോഡ് ആനോഡ്. ദെൻ ഇവിടെ കണ്ടോ ഒരു പ്ലഗ് കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാം അലൂമിനിയം മെറ്റൽ കണ്ടോ താഴെ ഇങ്ങനെ വന്ന്
അടിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ ഈ പ്ലഗ് യൂസ് ചെയ്തിട്ട് മോൾട്ടൺ രൂപത്തിലായിരിക്കും അലൂമിനിയം നമുക്ക് ഇലക്ട്രോലൈസസ് ചെയ്യുമ്പോൾ കിട്ടുക. അത് നമ്മൾ ഈ പ്ലഗ് ഉപയോഗിച്ച് പുറത്തേക്ക് എടുത്തിട്ട് അതിനെ തണുപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വി ആർ ഗെറ്റിംഗ് പ്യുവർ അലൂമിനിയം മെറ്റൽ നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് എ സെറ്റപ്പ് ഓഫ് ഇലക്ട്രോലൈസസ് ഓഫ് അലൂമിനിയം. അപ്പം അലൂമിന എന്ന് പറയുന്നത് Al2O3 ആണ്. നമുക്കറിയാം Al2O3 എന്തായിട്ട് മാറും? അലൂമിനിയം 3+ ആൻഡ് O2 മൈനസ്. ആകെ അലൂമിനിയം ഓക്സിജനും അല്ലേ ഉള്ളത്. അപ്പൊ അത് അതിന്റെ അയോൺസ് ആയിട്ട് മാറും. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ NaCl പഠിച്ചിട്ടുണ്ട്. NaCl ആയിട്ട് ആദ്യമായിട്ട് എന്ത് മാറും? Na+ഉം Cl- ആയിട്ട് മാറും. അതേപോലെ അലൂമിനിയം എന്തായിട്ട് മാറും? Al3+ഉം O2 മൈനസും ആയിട്ട് മാറും. ഇനി നമ്മളെ ഈ Al3+ എങ്ങോട്ടായിരിക്കും പോവാ? ഈ ഇതിലിപ്പം Al3+ ഉണ്ട്, അതേപോലെ തന്നെ O2- ഉണ്ട്. Al3+ ഇസ് എ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് കാഥോഡിലേക്കോ ആനോഡിലേക്കോ പോയി ഉണ്ടാവാം. ഡെഫിനറ്റ്ലി ഇറ്റ് ഗോ ടു ദി കാഥോഡ് അല്ലെ, നെഗറ്റീവ് കാഥോഡിലേക്കാണ് പോവുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അലൂമിനിയം മെറ്റലായിട്ട് മാറും. ദെൻ O2- എന്തായിരിക്കും? എങ്ങോട്ടായിരിക്കും പോവുക? കാഥോഡ് ഓർ ആനോഡ്? ഡെഫിനറ്റ്ലി ഇറ്റ് ഗോ ടു പോസിറ്റീവ് ചാർജ് ആനോഡിലേക്ക് പോകും. അപ്പൊ അവിടെ നിന്ന് അത് എന്തായിട്ട് മാറും? ഓക്സിജൻ ആയിട്ട് മാറും. പക്ഷെ നമുക്കറിയാം ദിസ് ഇസ് കാർബൺ അല്ലെ, കാർബൺ ആണ് ഇലക്ട്രോഡ്. അവിടെ കാർബൺ ഉണ്ട്. ദെൻ ആ കാർബണും ഈ ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് അത് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു ഇത്രയും കെമിക്കൽ റിയാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അലൂമിനിയം എന്തായിട്ട് മാറും? കാഥോഡ് പോയിട്ട് 3 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അലൂമിനിയം മെറ്റൽ ആയിട്ട് മാറും. ഓക്സിജൻ എന്തായിട്ട് മാറും? O2 ആയിട്ട് മാറും. ആ O2 വീണ്ടും കാഥോഡിലെ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അപ്പം ആഫ്റ്റർ ദി ഇലക്ട്രോലൈസിസ് ഓഫ് അലൂമിന വി ആർ ഗെറ്റിംഗ് 2 പ്രോഡക്റ്റ്. അറ്റ് കാഥോഡ് നമുക്ക് എന്ത് കിട്ടും? അലൂമിനിയം മെറ്റൽ കിട്ടും. അറ്റ് കാഥോഡ് അലൂമിനിയം മെറ്റൽ, അറ്റ് ആനോഡ് നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും കിട്ടും. ഓക്കെ, then to which electrode does Al3+ move? എങ്ങോട്ടായിരിക്കും? നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിലേക്ക്. Then what about oxide ion? It moves to anode. Okay, then complete the table related to the electrolysis of aluminum. നേരത്തെ നമ്മൾ അയോണിന്റെ ചെയ്ത പോലെ തന്നെ ആനോഡ് എന്താണ്? That is also കാഥോഡിൽ അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആണ് ഉണ്ടായതെന്ന് എഴുതിയാലും മതി. ഓക്കെ, കാഥോഡ് പോസിറ്റീവ് ചാർജ് ആൻഡ് പ്രോഡക്റ്റ് ഇസ് CO2, isn't it? അറ്റ് കാഥോഡിൽ എന്താണ്? അലൂമിനിയം മെറ്റൽ. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? Al2O3 അലൂമിന ആൻഡ് മോൾട്ടൻ ക്രയോലൈറ്റ് Na3Al3. ദെൻ ഇക്വേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ അറ്റ് ആനോഡ്. ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്, അപ്പൊ നെഗറ്റീവ് അത് ആ O2- തൊട്ടിട്ടുള്ളത് കേട്ടോ. ഈ റിയാക്ഷൻ ആണ് ആനോഡിൽ നിന്നൊക്കെ. ആൻഡ് ദിസ് ഇസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ്. അപ്പം ഇത് എഴുതിയിട്ട് ഇത് കംപ്ലീറ്റ് ആക്കാം. സോ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലുള്ള നിങ്ങൾ നോക്കുക, ലെറ്റസ് അസസ് എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിലേക്ക് എഴുതണം. ഓക്കെ, ദെൻ ഇത് നിങ്ങൾ ഇനി എഴുതണം എന്നില്ല, പക്ഷെ നോട്ടിലേക്ക് എഴുതുന്നത് നല്ലതാണ്. നിങ്ങളൊന്ന് സ്വയം പഠിച്ചിട്ട് നിങ്ങൾ തന്നെ നോട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, മിസ് ഇതിലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് മിസ് നോട്ട് തരാത്തത്. യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഓൺ നോട്ട്. അതാണ് നല്ലത്. ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. എന്തെങ്കിലും റൈറ്റ് ദ യൂസ് ഓഫ് ദി ഫോളോയിങ്. നിക്രോം എന്ത് യൂസ് ആണ്? We are using it in a heating coil because it poses high resistance. Stainless steel uses we are using in utensils, vehicles, parts of vehicles, etc. Then alnico for making permanent magnet. Okay, then how iron is extracted industrially? Extraction of iron. Then what are the different methods for refining metals? Refining metals നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ലാസ്റ്റത്തെ പഠിച്ചിട്ടില്ലേ? Distillation അല്ലേ? Then write different stages involved in metallurgy. There are 3 stages, which are the concentration, extraction and the refining. Then what are the factors be considered while selecting minerals from the extraction of metal? Minerals എന്തായിരിക്കണം? അത് ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഈസിലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം, ദെൻ എക്കണോമിക് ആയിരിക്കണം അല്ലെ, ദെൻ മെറ്റൽ കണ്ടന്റ് കൂടുതലായിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ മിനറലിന് എന്ത് പറ്റും? ഓർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ഈസ് യൂസ്ഡ് ഫോർ ദ ഫോളോയിങ്? അലൂമിനിയം യൂട്ടൻസിൽസ് ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ്. ഏത് പ്രോപ്പർട്ടിയാണ്? ദ പ്രോപ്പർട്ടി ആർ ഗുഡ് ഹീറ്റ് കണ്ടക്ടർ അല്ലെ, തെർമൽ കണ്ടക്ടർ. ദെൻ കോപ്പർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് വെസൽസ്. അതും എന്താണ്? ഹാർഡ് നേച്ചർ അതും ഉണ്ട്. അതേപോലെ തന്നെ വെസൽസ് ആണെങ്കിൽ എന്തുണ്ട്? ഷൈനിങ് നേച്ചർ ഉണ്ട്. കണ്ടക്ടർ തെർമൽ കണ്ടക്ടർ തന്നെ. ദെൻ വയർ ആണ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടർ. ദെൻ ഗോൾഡ് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഓർണമെന്റ്സ്. അതെന്താണ്? ഗുഡ് മാലബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി.
വയറാണ്. സോ ഡക്റ്റിലിറ്റി ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് അലൂമിന ഫ്രം ബോക്സൈറ്റ് നമ്മൾ ഇപ്പോൾ എടുത്തത്. ദെൻ എക്സ്പ്ലെയിൻ ദ മെത്തഡ് ഓഫ് ഒബ്റ്റൈനിങ് പ്യുവർ അലൂമിനിയം ഫ്രം അലൂമിന ബൈ ഇലക്ട്രോലൈസിസ്. ഇൻ ദിസ് പ്രോസസ് കാർബൺ ആനോഡ്സ് ആർ റീപ്ലേസ്ഡ് ഫ്രം ടൈം ടു ടൈം ബൈ. എന്തുകൊണ്ടായിരിക്കും? കാർബൺ ആനോഡ്സ് നമ്മൾ മാറ്റണം. ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള, അല്ലെ, പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ്സുകളാണ്. അപ്പൊ നമ്മൾ കണ്ടു ഈ ഉണ്ടായ ഓക്സിജൻ ഈ ആനോഡിൽ ചെന്നിട്ട് കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് പോകുന്നത്. അതായത് ആനോഡിലെ കാർബൺ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ കഴിയുമ്പം ഈ ആനോഡിന്റെ കാർബണിന്റെ വലിപ്പം കുറഞ്ഞു വരും, കാരണം കാർബണും കൂടെ പോകുന്നുണ്ട്. അപ്പൊ അതാണ് കുറച്ച് സമയം കഴിയുമ്പോൾ എന്താണ്, നമ്മൾ വീണ്ടും ആനോഡ് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആനോഡിന്റെ കാർബൺ ഫുള്ള് റിയാക്ട് ചെയ്തിട്ട് അവിടെ ആനോഡ് ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത്, കുറച്ച് സമയം കഴിയുമ്പം കാർബൺ നമ്മൾ ആനോഡ് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓക്കെ, സബ്മിഷൻ നിങ്ങൾ ചെയ്യുക, കാരണം നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. അപ്പം നന്നായിട്ട് പഠിക്കുക. ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി മിസ്സിനോട് ചോദിക്കുക ഈ ചാപ്റ്ററിൽ. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ന്യൂ ചാപ്റ്റർ ആയിരിക്കും തുടങ്ങുക. ബിക്കോസ് നമുക്ക് ജനുവരി 15 ആകുമ്പോഴത്തേക്കും പോർഷൻസ് തീരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 3 ചാപ്റ്ററും കൂടി നമുക്ക് എടുക്കാനുണ്ട്. ഈവൻ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് ഒന്ന് സ്പീഡിൽ പോകണം, നിങ്ങളും ഒന്ന് ഉഷാറാവുക. ഓക്കെ, ക്ലാസ് കേൾക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, എന്നിട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതാം. ഓക്കെ, ദെൻ താങ്ക് യു.